ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു നാടൻ ഉണക്കച്ചെമ്മീൻ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ചമ്മന്തിപ്പൊടിക്ക് വേണ്ടി ഞാൻ അരക്കപ്പ് ഉണക്കച്ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അരക്കപ്പ് നിറച്ചുണ്ട്, 25 ഗ്രാമൊക്കെ ഏകദേശം ഉണ്ട്. ഇത് ക്ലീൻ ചെയ്തിട്ട് നല്ലതായിട്ടൊന്ന് കഴുകി ഉണക്കിയെടുത്തത് ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം. തീ കുറച്ച് വെച്ചൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ക്രിസ്പി ആവണം. ചൂടോടെ നോക്കുമ്പം ക്രിസ്പിനെസ് തോന്നത്തില്ല, ആറി കഴിയുമ്പോൾ ക്രിസ്പി ആയിക്കോളും. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണക്കിയെടുക്കാമെങ്കിൽ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. ഇപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കഴുകിയിട്ട് ഒന്ന് സ്ട്രെയിനറിലിട്ട് കുറച്ച് നേരം വെച്ചിട്ട് ഇതുപോലെ വറുത്തെടുക്കാം. അപ്പോൾ ഇച്ചിരി കൂടെ ടൈം എടുക്കുമെന്നേ ഉള്ളൂ. ഇതിപ്പോൾ ആയിട്ടുണ്ട്, മൂത്തതിൻ്റെ ഒരു മണമൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇതൊന്ന് ആറാൻ വേണ്ടി മാറ്റി വെക്കാം. ഇതാറി കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ പൊടിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ വറുത്തെടുക്കണം. ഇനി പാനിലോട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ ഒരു 6-7 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് വെച്ചൊന്ന് മൂപ്പിച്ചെടുക്കാം. നിങ്ങൾക്ക് എരിവൊക്കെ കുറച്ച് മതി എന്നുണ്ടെങ്കിൽ പിരിയമുളക് എടുക്കാം. ലോ ഫ്ലെയിമിൽ ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ ആയിട്ടുണ്ട്, നിറമൊക്കെ കുറച്ചൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി ഇതേ പാനിലോട്ട് ചെറിയൊരു പീസ് ഇഞ്ചി കനം കുറച്ചരിഞ്ഞിട്ട് കൊടുക്കാം. 3/4 ഇഞ്ച് സൈസിൻ്റെ 1 പീസ് ഇഞ്ചി കനം കുറച്ചരിയണം. പിന്നെ മീഡിയം സൈസിലെ 2 വെളുത്തുള്ളി കനം കുറച്ച് നീളത്തിലരിഞ്ഞത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 30 സെക്കൻഡൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലോട്ട് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. 250 ml കപ്പിൽ 1 കപ്പ്. പിന്നെ ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത് മീഡിയം സൈസിൽ 5 എണ്ണം. കുറച്ച് കറിവേപ്പില. ഇനി ലോ ഫ്ലെയിമിലൊന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നിടം വരെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ തീ കുറച്ച് വെച്ച് തന്നെ ഇളക്കി കൊടുക്കണം, കരിഞ്ഞു പോകരുത്. തീന് വറുക്കുന്നതിനെക്കാട്ടിൽ കുറച്ച് മുമ്പത്തെ ഒരു സ്റ്റേജിൽ എടുക്കണം. അപ്പോൾ ഈ ചുമന്നുള്ളി കനം കുറച്ച് തന്നെ അരിയണം, എങ്കിൽ ഈ തേങ്ങയുടെ കൂട്ടത്തിൽ ഒരുപോലെ മൂത്ത് കിട്ടത്തുള്ളൂ. ഇതിപ്പോൾ ഈ ഒരു കളറായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പുളി ചേർത്ത് കൊടുക്കാം. ചെറിയൊരു പീസ് പുളി എടുത്തിട്ടുണ്ട്. തീരെ ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. അതൊന്ന് പിച്ചി കീറി ഇട്ട് കൊടുക്കാം. ഇതും കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കാം. കുറച്ചും കൂടെ കളറൊക്കെ ഒന്ന് മാറണം. ഇതിപ്പോൾ ആയിട്ടുണ്ട്, നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ഇതിലോട്ട് ആ മുളക് ഇട്ട് കൊടുക്കാം. അതുപോലെ ചെമ്മീൻ വറുത്തത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇടാം. അപ്പോൾ 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ മിക്സ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. നല്ലതായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതൊന്ന് ആറാൻ വേണ്ടി മാറ്റി വെക്കാം. ആറ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. ഇത് പാറിയിട്ടുണ്ട്, മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ചമ്മന്തിപ്പൊടിയൊക്കെ പൊടിക്കുന്ന ഒരു പരുവമുണ്ടല്ലോ, ചെറിയൊരു തരിയായിട്ട്, ആ ഒരു രീതിയിൽ പൊടിച്ചെടുക്കണം. ഫൈനായിട്ട് പൊടിക്കരുത്. ഇതിപ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ട്, ഒരു ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ ഇത് പൊടിക്കുമ്പോൾ ചെറിയൊരു തരിയായിട്ട് വേണം പൊടിക്കാൻ, പൾസ് മോഡിലിട്ട് വേണം പൊടിക്കാൻ. അപ്പോൾ ഇത് ഒരുപാടങ്ങ് അരഞ്ഞു പോകരുത്, അങ്ങനെയാണെങ്കിൽ തേങ്ങയിൽ നിന്ന് എണ്ണ ഇറങ്ങും. ഗ്ലാസ് ബോട്ടിലിട്ട് നമുക്ക് കുറേ ആഴ്ച വരെ നമുക്ക് സൂക്ഷിക്കാം. ഫ്രിഡ്ജിലൊക്കെ ആണെങ്കിൽ കുറേ കൂടെ മാസങ്ങളിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചെമ്മീൻ ചമ്മന്തിപ്പൊടി ഇത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ. താങ്ക് യു.